ക്രിസ്ത്യാനികളുടെ സുറിയാനി പാരമ്പര്യത്തിൻ്റെ മഹത്തായ ഒരു ഓർമ്മ. അതാണ് ഈ കൊഴുക്കോട്ടെ ശനി. എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ കൊഴുക്കോട്ടെ കാണാൻ. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ലാസറിൻ്റെ വീട്ടിലെത്തി. ലാസറിൻ്റെ സഹോദരിമാർ 2 പേരും ചേർന്ന് ഈശോയ്ക്ക് പെട്ടെന്ന് മാവ് കുഴിച്ച് മനോഹരമായ ഒരു കൊഴുക്കോട്ട ഉണ്ടാക്കി കൊടുത്തു. അതെ, ഈശോയുടെ അവസാന അത്താഴത്തിന് മുൻപുള്ള ഏറ്റവും മനോഹരമായ ഒരു വിരുന്ന്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് സുറിയാനി ക്രിസ്ത്യാനികൾ 41-ാം ദിവസം, നോമ്പിൻ്റെ 41-ാം ദിവസം കൊഴുക്കോട്ടെ ശനിയായി ആചരിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പലഹാരം മാത്രമല്ല, ഇത് ഒരു വലിയ ഓർമ്മയാണ്. നോമ്പിൻ്റെ ദിനങ്ങളൊക്കെ നമുക്ക് ഈശോയോടൊത്ത് സഞ്ചരിക്കാനുള്ള ഒരു ഓർമ്മ തന്നെയാണ് സുറിയാനി പാരമ്പര്യം വെച്ച് നീട്ടുന്നത്. ഇതുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം. എങ്കിലും ഈ മനോഹരമായ പലഹാരം കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. ആദ്യം തന്നെ മാവ് ഇതിനാവശ്യമായ അളവിലെടുത്ത് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ച് പരുവത്തിലാക്കുക. അത് അല്പസമയം മാറ്റിവെക്കാം. വീണ്ടും നമുക്ക് ശർക്കര എടുക്കാം. ശർക്കര പൊടിച്ചെടുത്ത് അത് നന്നായി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി പറ്റി വൃത്തിയായി വന്നു കഴിയുമ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. തേങ്ങ ചിരവിയെടുത്ത് അത് ഈ ശർക്കര വീണ്ടും അടുപ്പത്ത് വെച്ച് അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് ഈ തേങ്ങാപ്പീര നമുക്ക് ചേർക്കാം. തേങ്ങാപ്പീര ചേർത്ത് നന്നായി അത് ഇളക്കി മനോഹരമായി കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചത്, അത് രുചിക്കും മണത്തിനും ഒക്കെ വേണ്ടിയാണ്, നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നല്ല ഉണ്ട പരുവത്തിൽ വളരെ ഭംഗിയായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ആ ഉണ്ടയ്ക്കകത്തേക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങാപ്പീരയും ശർക്കരയും കൂടി ചേർന്ന നമ്മുടെ ഫില്ലിങ് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് കൊഴുക്കോട്ട വളരെ മനോഹരമായി ഉരുട്ടിയെടുത്ത് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് നമ്മുടെ ഈ കൊഴുക്കോട്ട വേകാൻ വേണ്ടി മനോഹരമായി അടുക്കി വയ്ക്കാം. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഏറ്റവും സുന്ദരമായ കൊഴുക്കോട്ട പുറത്തേക്ക് വരികയാണ്. ഇനിയും ഈ കൊഴുക്കോട്ട കഴിക്കുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ കൊഴുക്കോട്ട അല്ലെങ്കിൽ ഉണ്ട കഴിക്കുന്നത് പോലെ അല്ല ഇത്. കാരണം ഇത് ഈശോയുടെ ഓർമ്മയോട് ചേർന്ന് ഈശോയോടൊപ്പമുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം സുറിയാനി പാരമ്പര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് നമുക്ക് ഈ കൊഴുക്കോട്ട കഴിച്ചുകൊണ്ട് കൊഴുക്കോട്ട ശനി ആചരിക്കാം.